ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ നൽകാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കളിക്കണമെന്ന് വെച്ച ഗെയിമാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. പക്ഷേ ഇപ്പോഴാണ് കളിക്കാൻ പറ്റുന്നത്. എല്ലാ യൂട്യൂബേഴ്സും ഇത് കളിച്ചാണ്, നമ്മളിപ്പോഴാണ് കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ആദ്യം വെൽക്കം ടു ദ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്നൊക്കെ കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പരസ്യം വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അത് വായിക്കുന്നില്ല, നമ്മൾ ഓക്കെ അടിച്ച് വിട്ടു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഓടിപ്പോവുക, കമ്പ്യൂട്ടർ എടുക്കുക. അപ്പോൾ നമ്മൾ സീരിയലാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ സീരിയൽ നമ്മൾക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനങ്ങൾ, നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ വരുന്ന ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടെ സീരിയൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഈ വേസ്റ്റ് ബോക്സ് നമ്മൾക്ക് ഈ ഡസ്റ്റ്ബിന്നിൽ എറിയണം. ഡസ്റ്റ്ബിന്നിൽ എറിഞ്ഞ് ത്രോ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ സീരിയലിന് പ്രൈസ് ഇടണം. അപ്പോൾ ഈ സീരിയലിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 5.98 ആണ്. അപ്പോൾ നമുക്ക് ഒരു 6.50 കൊടുക്കാം. 6.50 കൊടുക്കാം. 5.98 അല്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു 6.50 കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, പിന്നെ പറഞ്ഞാൽ നമ്മുടെ കട ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട് ഗൈസ്. കസ്റ്റമർ സീരിയൽ എടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ നമുക്ക് ബില്ല് പേ ചെയ്യാൻ വേണ്ടി വന്ന്, അപ്പോൾ നമ്മൾ ബില്ല് പേ ചെയ്യാൻ കൊടുക്കുവാണ്. അപ്പോൾ കസ്റ്റമറിന് എക്സ്ചേഞ്ച് വേണം. അപ്പോൾ 43 പോയിൻറ്റ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. 43 റുപ്പീസ് എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ കസ്റ്റമർ നമുക്ക് ഇപ്പോൾ സീരിയൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് സീരിയൽ മാത്രമേ ഇപ്പം നമ്മുടെ പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കാർഡ് കൊണ്ടുവന്നായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കസ്റ്റമർ. കാർഡ് വെച്ച് നമ്മൾ പേ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ അടുത്ത കസ്റ്റമറാണ്. അപ്പോൾ അടുത്ത കസ്റ്റമർ ക്യാഷാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ക്യാഷ് എക്സ്ചേഞ്ച് കൊടുക്കാനുണ്ട്. ചേഞ്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ചും കൊടുത്തു. നമുക്ക് സ്ലൈസ് ബ്രെഡ് എന്ന് പറയുന്ന ഈ ബ്രെഡ് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഒരു സാധനം കൊണ്ട് മാത്രം നമുക്ക് എപ്പോഴും ഒരു സാധനം കൊണ്ട് മാത്രം നമുക്ക് കടയിൽ കച്ചവടം പോകത്തില്ല ഗൈസ്. ഓക്കെ, അതൊക്കെ ഒരു മാസ്റ്റർ മൈൻഡാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് സ്ലൈസ് ബ്രെഡ് വാങ്ങിച്ചു. ഞാൻ ആ ഒരു വേസ്റ്റ് ബോക്സ് എടുത്ത് എളുപ്പത്തിൽ കളഞ്ഞിട്ട് നമുക്ക് ഈ സ്ലൈസ് ബ്രെഡിന് പ്രൈസ് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ബോക്സ് കൊണ്ട് കളയാൻ എളുപ്പം പോവുകയാണെങ്കിൽ കസ്റ്റമർ വന്ന് 0 രൂപയ്ക്കുള്ള സ്ലൈസ് ബ്രെഡ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂല. അതിന് മുമ്പേ ഞാൻ സ്ലൈസ് ബ്രെഡിന് പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തത് 4.59 ആണ് ഞാൻ സ്ലൈസ് ബ്രെഡിന് കൊടുത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമർ കാർഡാണ് തന്നത്. കാർഡ് എടുത്തു. കാർഡിന് 6.50 അടിച്ചു കൊടുത്തു, പേ ചെയ്തു. അടുത്ത കസ്റ്റമർ കാർഡാണ് ഗൈസ്. നമുക്ക് ഇപ്പോഴത്തെ കസ്റ്റമർക്ക് 1-2 സാധനമൊക്കെ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ നമുക്കിനി അപ്ഗ്രേഡ് ചെയ്ത് കട എക്സ്പാൻഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ കസ്റ്റമറൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാം. പക്ഷേ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ ഒരു കസ്റ്റമർ കയറി വന്നു ഗൈസ്. എന്ത് ചെയ്യാനാ? അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടെ ബില്ല് പേ ചെയ്ത് വിടാമെന്ന്. ഓക്കെ, 13 ചേഞ്ച്. 13 രൂപ ചേഞ്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 13 രൂപ നമ്മൾ ചേഞ്ച് കൊടുക്കണം. 13 × 80 എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ ഈ പ്രൈസൊക്കെ പറയുന്നത്. ഓക്കെ അപ്പോൾ കസ്റ്റമർ പോയപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഫ്ലോർ വാങ്ങിച്ചു ഗൈസ്. ഞാൻ എളുപ്പമാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പം ചെയ്യണം. എൻ്റെ റെക്കോർഡിങ് 10 മിനിറ്റിക്കുള്ളിൽ എൻ്റെ റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി പോയി ഗാലറിക്കകത്ത്. പക്ഷേ ആ റെക്കോർഡ് പോകത്തില്ല ഞാൻ റെക്കോർഡ് ചെയ്ത്. അതുകൊണ്ട് എളുപ്പ കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം വീഡിയോ ഷോർട്ടാക്കാനാണ് നോക്കുന്നത്. ഏകദേശം ഒരു 26 മിനിറ്റെങ്കിലും ഞാൻ കട്ട് ചെയ്ത്
കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഫ്ലോർ വെച്ചിട്ട് ഞാൻ ഫ്ലോറിന് പ്രൈസ് ഇട്ട് ഞാൻ എത്രയാണെന്ന് കണ്ടില്ല, ഞാൻ എത്രയാണെന്ന് നോക്കിയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത കസ്റ്റമർ വന്നു. കസ്റ്റമറിന് കാർഡാണ് നമുക്ക് വന്നത്. അപ്പോൾ കാർഡ് ഞാൻ പേ ചെയ്തു. ഈ കസ്റ്റമർ സ്ലൈസ് ബ്രെഡിന് വില കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത് വന്ന കസ്റ്റമർ ആ സ്ലൈസ് ബ്രെഡ് തന്നെ വാങ്ങിച്ചു. അതുകൊണ്ട് നമ്മൾ സ്ലൈസ് ബ്രെഡിൻ്റെ വില കുറയ്ക്കുന്നില്ല. ഓക്കെ, അടുത്ത കസ്റ്റമർ കാർഡാണ് നമുക്ക് തന്നത്. ഒത്തിരി ഇപ്പോൾ 3 കസ്റ്റമർ അടുപ്പിച്ച് നമുക്ക് കാർഡ് തന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോർ എടുത്ത് വെച്ച വേസ്റ്റ് ബോക്സ് നമ്മൾ എടുത്ത് കളഞ്ഞു ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം എനിക്കത് ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് ക്ലീനിങ്ങിൽ കുറച്ച് എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ. ഓക്കെ, നമ്മുടെ കടയുടെ ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് വെളിച്ചമുണ്ട്. കടയ്ക്ക് നേരത്തെ വെളിച്ചമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് അവിടുത്തെ ലൈറ്റ് ഓൺ ആക്കണമെന്ന്. ഓക്കെ, ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല. കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ വെളിയിലോട്ട് നോക്കാൻ നിന്നപ്പോൾ തന്നെ ഒരു കസ്റ്റമർ വന്നു. അതുകൊണ്ട് നമ്മൾ വെളിയിലോട്ട് പോയില്ല. ബില്ല് പേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിന്നു. ഞാൻ സീരിയലും സ്ലൈസ് ബ്രെഡുമാണ് ഈ കസ്റ്റമർ വാങ്ങിച്ചത്. ചേഞ്ച് 3.91 ആണ് റുപ്പീസ് നമ്മൾ ചേഞ്ച് കൊടുക്കണ്ടേ. ഓക്കെ, നമ്മൾ ചേഞ്ച് കൊടുക്കുകയാണ്. ചേഞ്ച് കൊടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കട നോക്കുമ്പോൾ 2 കസ്റ്റമേഴ്സ് ഉണ്ട്. 2 കസ്റ്റമേഴ്സ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കസ്റ്റമേഴ്സിനും കൂടെ ചേഞ്ച് കൊടുക്കണം. 1.11 ആണ് ചേഞ്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ 1.11 അല്ലേ? ആണ് 1.11 ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചിക്ക് നമുക്ക് $0.91 കൊടുക്കണം. ഓക്കെ, അത് കൊടുത്തു നമ്മൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടയിലുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കുറച്ചുകൂടെ വാങ്ങിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണം. അത് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, സോ അപ്പോൾ നോക്കുമ്പോൾ കസ്റ്റമേഴ്സൊക്കെ കയറുന്നുണ്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാണ്. കസ്റ്റമേഴ്സ് കയറട്ടെ. ഓക്കെ, കയറി ഞാൻ ബിൽ പേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, എപ്പോഴും ഞാൻ ഓൺ ഡ്യൂട്ടി 24/7 അല്ലാതെ ഞാൻ എല്ലാ ദിവസവും കാണും ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഞാൻ ഈ പറയുന്ന പൊട്ടത്തരത്തിനെങ്കിലും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്, പ്ലീസ്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോക്ക് അധികം സപ്പോർട്ടൊന്നും ഇല്ല. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പോവുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സീരിയൽ തീർന്നിട്ടുണ്ട്. ഓക്കെ, ഈ ചേട്ടൻ സീരിയൽ 2 സീരിയലിനൂടെ ബാക്കിയുണ്ടായിരുന്നു. ആ 2 സീരിയലും വാങ്ങിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ കസ്റ്റമേഴ്സ് ഏകദേശം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനിയും കയറി വരും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് കസ്റ്റമറെ പറഞ്ഞു വിട്ടു. ഇനിയും കയറി വരും. ലാസ്റ്റ് കസ്റ്റമർ അല്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഇനി സീരിയൽ വാങ്ങിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഞാൻ കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, കസ്റ്റമർ വന്നിട്ട് ഇനി കാണാം. ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയും കസ്റ്റമർ വന്നു. പക്ഷെ ഞാനാണെങ്കിൽ എളുപ്പം സ്കിപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഒത്തിരിയും ലോങ് ആണ് വീഡിയോ. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, പുതിയൊരു ഡേ ഞാനാണെങ്കിൽ കുറച്ച് ഇതിനകത്തുള്ള ഫുൾ സാധനം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ കട ഫുൾ നമ്മൾ സ്റ്റോർ ആക്കിയിട്ടുണ്ട്. നമ്മൾ പ്രൈസ് ഇടുവാണ്. അപ്പോൾ നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ 5.6 ആണ് ഇട്ടേക്കുന്നത്. 5.60 ആണ് ഇട്ടേക്കുന്നത്. പിന്നെ ഓക്കെ അല്ലേ, 5.60 അല്ലേ 5.33 ആണ് ഇട്ടേക്കുന്നത് ഗൈസ്. അടുത്തനായിട്ട് ഇടാൻ വന്ന പാസ്റ്റിക്കാണ്. പാസ്റ്റിക് പ്രൈസ് എത്ര ഇട്ടേക്കുന്നത്? തെറ്റിപ്പോയി. എത്രയായിരുന്നു? 3.89 ആണ് പ്രൈസ് ഇട്ടേക്കുന്നത്. ഓക്കെ, സബിന് നമുക്ക് കസ്റ്റമർ വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ കസ്റ്റമർ വന്നു തുടങ്ങി. നമ്മൾ കാർഡാണ് കൊടുക്കുന്നത്. 4 രൂപയാണ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയി. 25 കറക്റ്റ് ബില്ല് പേ ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഉള്ളത് ഒരു പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം. പ്രോഡക്റ്റ് ലൈസൻസ് എന്തുവാന്ന് നമുക്ക് പാർട്ട് 2-ൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ അടുത്തൊരു കസ്റ്റമറും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ഷോർട്ട് കട്ട് ചെയ്ത് ഇനി എടുക്കാം. ഇനി ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഒരു ചേച്ചി വന്നു. ചേച്ചിക്ക് 9.59
റുപ്പീസ് നമുക്ക് കിട്ടി. അടുത്തൊരു കാർഡുണ്ട്, ഒരു ചേച്ചി വന്നു, $70.78 നമുക്ക് കിട്ടി. നമ്മുടെ ലെവൽ മെയിൻ നോക്കുകയാണെങ്കിൽ ലെവൽ സ്റ്റോർ ലെവൽ 2 ആയിട്ടുണ്ട്. നമുക്ക് 3 ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഡേയും കൂടെ നമുക്ക് അതിനകത്ത് 3 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ആകുമ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റോപ്പ് ചെയ്യാം, അല്ല ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഫ്ലോർ തീരാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലോർ വാങ്ങിക്കണം. ഫ്ലോർ നേരത്തെ നമ്മൾ വാങ്ങിച്ച് വെച്ചു. ഞാൻ അത് കണ്ടില്ല. നമ്മൾ നേരത്തെ ഒരു ഫ്ലോർ വാങ്ങിച്ച് വെച്ചു. ഫ്ലോറും പാസ്തയും വാങ്ങിച്ച് വെക്കണം ഗൈസ്. ഓക്കെ, ഞാൻ നേരത്തെ ഒരു ഫ്ലോർ വാങ്ങിച്ച് വെച്ചു, ഒരു ഫ്ലോറിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വെച്ചു. വെച്ചിട്ടുണ്ട് ഗൈസ്. ഫ്ലോറും പാസ്ത പ്രൊഡക്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അത് കണ്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കസ്റ്റമേഴ്സ് തുരുതുരാ വരുന്നുണ്ട്. ഒരു കസ്റ്റമർ പോകുമ്പോൾ അടുത്ത കസ്റ്റമറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കില്ല. ഓക്കെ ഗൈസ്, അപ്പം ഈ കസ്റ്റമറിനെയും കൂടെ ഇതാക്കി ബില്ല് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത കസ്റ്റമർ വന്നു. അടുത്ത കസ്റ്റമറിന് പാസ്തയ്ക്ക് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, എല്ലാ കസ്റ്റമറും വാങ്ങിക്കുന്നുണ്ട് ചേച്ചി. അതുകൊണ്ട് നമുക്ക് ഇനി വേറെ പാസ്തയൊന്നും പ്രൈസ് ഒന്നും ഇടാൻ പറ്റില്ല പാസ്തയ്ക്ക്. ഓക്കെ, നമുക്ക് ഫ്ലോർ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലോർ എടുത്തിട്ട് റീസ്റ്റോക്ക് ചെയ്യാം. ഓക്കെ, ഇനി റീസ്റ്റോക്ക് ചെയ്തിട്ട് കാണാം. ഗൈസ്, നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തുരുതുരെ ആൾക്കാർ വന്നു. അപ്പം നമുക്ക് ബില്ലടിക്കാൻ കുറച്ച് പേരുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലടിച്ച് വിടുകയാണ് എല്ലാവരെയും. ഓക്കെ, അപ്പോൾ ഒരു ചേച്ചി വന്നു. ആ ചേച്ചി ക്യാഷാണ് തന്നത്. ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടനും ക്യാഷാണ് തന്നത്. ആ ചേട്ടന് വേറെ എക്സ്ചേഞ്ച് ഒന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് ഇനി പേടിക്കാനില്ല. ചേഞ്ച് ഒന്നും കൊടുക്കണ്ട. ഞാൻ എങ്ങനെ എക്സ്ചേഞ്ച് എന്ന് പറയും. ആ പൊട്ടത്തരം നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഓക്കെ, അടുത്ത ചേട്ടൻ വന്നു. ഈ ഒരു അടുപ്പിച്ച് 4 പേര് അടുപ്പിച്ച് ക്യാഷാണ് തന്നെ. നിങ്ങൾക്ക് കാർഡ് വല്ലതും തന്നുകൂടെ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് അടിച്ചു വിടായിരുന്നു. ഓക്കെ അപ്പം ഈവനിങ് ആയപ്പോൾ ഈവനിങ്ങിലെ ലാസ്റ്റ് കസ്റ്റമർ അല്ല ഗൈസ്. ഓക്കെ, ലാസ്റ്റ് കസ്റ്റമർ അല്ല, ഇനി കസ്റ്റമർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡേയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫ്ലോർ മാത്രം എടുത്ത് സ്റ്റോർ ചെയ്തോളായിരുന്നു. ബാക്കി പാസ്ത ഉണ്ട്. നമ്മൾ പാസ്തയും കൂടെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പാസ്തയും കൂടെ എടുത്ത് വെച്ചു. പാസ്ത തീർന്നായിരുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് കസ്റ്റമർ വന്നു. കസ്റ്റമർ ഫ്ലോർ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഓക്കെ, ഫ്ലോർ ഓക്കെ കുഴപ്പമില്ല. ഫ്ലോറിന് ക്യാഷ് വന്നു $1. ഓക്കെ, $1 $1 ചേഞ്ച് കൊടുത്താൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, ഈ അടുത്ത പാർട്ടിൽ നമുക്കിത് ഈ ഒരു ഗെയിമിൽ നമുക്ക് ഓരോ പാർട്ട് വെച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ബൈ.